ഹായ് എവ്രി വൺ. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? ടൈമാണ് അല്ലേ? സമയം കുറവാണ് നമുക്ക്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടണം, നമുക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. അപ്പോൾ അതിനും നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട്. വേണ്ട ഭാഗത്തേക്ക്, നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്തിട്ട് ജമ്പ് ചെയ്തിട്ട് ആ പ്രത്യേക പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ 2 സെഗ്മെൻ്റായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ, എങ്ങനെയാണ് ഇങ്ങനത്തെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്ലൈ ചെയ്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് പ്രത്യേക ഭാഗത്തേക്ക് എത്തിച്ചേരാം എന്നുള്ള ഫസ്റ്റ് സെഗ്മെൻറ്റ്. പിന്നെ ഇത് യൂട്യൂബേഴ്സിനുള്ളതാണ്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക ഒരു വീഡിയോയിൽ, നമ്മുടെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ട്യൂട്ടോറിയലൊക്കെ ആണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്പ്ലനേഷൻ ചാപ്റ്റേഴ്സൊക്കെ വൺ ഷോട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ ടോപ്പിക്കായിട്ട് ഇന്ന സമയം വെച്ചിട്ട് കൊടുക്കാം, എങ്ങനെ അത് കൊടുക്കാം എന്നുള്ള 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുകയും ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ ഡെമോ കാണിച്ചു തരാം. ഓക്കെ, സോ അതിന് ഉദാഹരണമായിട്ട് ഒരു ലെങ്തി ആയിട്ടൊരു വീഡിയോ ചാനൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് മെഡിറ്റേഷൻ്റെ, ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷൻ ചാനലാണ്. അതിപ്പോൾ 3:30 തൊട്ട് 8:30 വരെയുള്ള ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്കാണോ സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ആ കൃത്യസമയത്തിൻ്റെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാറാൻ പറ്റും. ആ ഒരു ഇതാണ്, ഡെമോ ആണ് ഇതിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് പിന്നെ ഒരു വീഡിയോ, ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ സെഷൻ്റെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിലേക്ക് പോകുന്നതെന്ന് നോക്കാം. ഇത് ബ്രഹ്മകുമാരീസ് പാലക്കാടിൻ്റെ ശിവജ്യോതി ഭവൻ ലൈവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവ് പ്രോഗ്രാമാണ്. അത് 3:30 തൊട്ടിട്ട് ആണ് തുടങ്ങുന്നത്. അമൃതവേള ബ്രഹ്മമുഹൂർത്തത്തിലെ മെഡിറ്റേഷൻ തൊട്ടിട്ട് 8:30 വരെയാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 4 സെഗ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് 3:30 അമൃതവേള മുതൽ 8:30 വരെയാണ്. അതിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് 3:30 to 4:45 വരെയാണ്, 4:45 വരെയാണ് ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് 5 മണിക്കാണ് തുടങ്ങുന്നത്, 5 to 6 ചാർധാം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 6:15 ഉള്ളത്. 6:15 തൊട്ടിട്ട് 6:45 വരെ ലൈവായിട്ടുള്ള കമൻട്രി മെഡിറ്റേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ 7 മണിക്കാണ് തുടങ്ങുന്നത്, 7 to 8:30 മുരളി. ഇങ്ങനെ 3:30 തുടങ്ങുന്ന ആ ലൈവ് മെഡിറ്റേഷൻ പ്രോഗ്രാം 4 സെഗ്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആദ്യം അമൃതവേള ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതാം. അമൃതവേള ചെയ്ത് കഴിഞ്ഞവർക്ക് ഇനി അടുത്തത് നെക്സ്റ്റ് ചാർത്താം മെഡിറ്റേഷനാണ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് 2ഉം 3ഉം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റിലേക്കാണ് പോകണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് നമുക്ക് വിഷമിക്കേണ്ടി വരും. അപ്പോൾ അതില്ലാതെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിലേക്ക് പോവുക എന്നുള്ളതെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഇതാണ് ആരോ മാർക്ക്. ഇവിടെ ഈ കാണുന്ന ആരോ മാർക്കിലാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും അമൃതവേള, ദെൻ ചാർധാം മെഡിറ്റേഷൻ, മുരളി, ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ നേരെ തന്നെ നീല നിറത്തിൽ നിങ്ങൾക്ക് ലിങ്ക് കാണുന്നുണ്ടാവും, അത് അതിൻ്റെ സമയമാണ്. നമുക്കതിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതാ കറക്റ്റ് അമൃതവേളയുടെ സെഗ്മെൻറ്റിലേക്ക് വന്നു. ഇനി നമ്മൾക്ക് മെഡിറ്റേഷനാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിറ്റേഷൻ കമൻട്രി അവൈലബിൾ ആവും. അതല്ല നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞു, 7 മണിയുടെ മുരളിയാണ് എനിക്ക് കേൾക്കേണ്ടതെങ്കിൽ നേരെ ഇതിലെ മുരളി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ നീല നിറത്തിൽ എഴുതിയിട്ടുള്ള ടൈമിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകും. അപ്പോൾ നോക്കൂ, ഇത്ര ലെങ്തി ആയിട്ടുള്ള ഈ ലൈവ് പ്രോഗ്രാമിൻ്റെ ഏത് സെഗ്മെൻറ്റിൽ ഇഷ്ടാനുസരണം നമുക്ക് കറക്റ്റായിട്ട് അത് ഉപയോഗിക്കുവാനായിട്ട് ഇങ്ങനൊരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യാനുസരണം വേണ്ട ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്യാൻ ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പിന്നെ വീഡിയോയിൽ അങ്ങനെ ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ YT സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് ഉണ്ടാവും. ഇതെൻ്റെ ചാനലിലാണ്. അപ്പോൾ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക. അപ്പോൾ ഞാനിതെടുക്കുന്നത് സാമ്പിൾ പേപ്പർ, CBSEൻ്റെ 12th കമ്പ്യൂട്ടർ സയൻസിൻ്റെ സാമ്പിൾ പേപ്പർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള സാമ്പിൾ പേപ്പറിൻ്റെ എക്സ്പ്ലനേഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് പ്രത്യേകം വേണ്ടത് ഒരു
10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ ഡൗട്ടുള്ളൂ, അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ വെറുതെ വലിച്ച് സമയം കളയാണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് ഏറ്റവും ടൈം സേവിങ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും മനസ്സിലാക്കാനും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ആസ് എ യൂട്യൂബർ നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെയാണ് ഉണ്ടാവുക. ഈ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പോൾ 5ൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ 5ൻ്റെ സൊല്യൂഷൻ എത്രാമത്തെ മിനിറ്റിലാണ് എന്നുള്ളത് അത് നോക്കുക, ടൈം നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ആ ടൈം കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കറക്റ്റ് നോക്കിയിട്ടൊന്നുമല്ല, നിങ്ങൾ നോക്കുക, അത് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഏതാണ് 5th ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഇനി ലാസ്റ്റ് 20 to 21 എന്നുള്ള ക്വസ്റ്റ്യനാണ് വേണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 22 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 to 20 അല്ലെങ്കിൽ 21 എന്ന് ഇവിടെ കൊടുക്കാം. സോ അപ്പോൾ നേരത്തെ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 5 സൊല്യൂഷൻ, ക്വസ്റ്റ്യൻ 15 to 21, 2 ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് യൂട്യൂബിൽ പോയിട്ട് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനലെടുക്കുക, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിലാണ്, സാമ്പിൾ പേപ്പർ എന്നുള്ളതിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ സ്കിപ്പ് ചെയ്യുക അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടാണ് സ്കിപ്പ് ചെയ്യാറുള്ളത്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്തിരിക്കുന്ന കാര്യം ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ പോവുക. അങ്ങനെ ഫീച്ചർ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കൂ, 2 ലിങ്കാണ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ നീല നിറത്തിൽ ലിങ്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. കറക്റ്റ് അങ്ങോട്ട് 3:12 എന്നുള്ള ആ ടൈമിലോട്ട് സ്കിപ്പായി. ഇനി അടുത്തതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം, കണ്ടോ കറക്റ്റ് ആ ടൈമിലോട്ട്. അപ്പോൾ നമ്മൾ ആവശ്യമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഓക്കെ ദെൻ, താങ്ക് യു.